ചെയ്യാത്ത തെറ്റിന് പോലീസ് നിരവധി നിരപരാധികളെ വേട്ടയാടിയിട്ടുള്ള നാടാണിത്. ആളുമാറി പലരെയും കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിട്ടുണ്ട്, കള്ളക്കേസുകളിൽ കുടുക്കിയിട്ടുണ്ട്. പോലീസ് ക്രൂരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കോട്ടയം തലപ്പന സ്വദേശി ഷിജോ എന്ന യുവാവ്. പോക്സോ കേസ് പ്രതി എന്നാരോപിച്ച് ആളുമാറി കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ഈരാറ്റുപേട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി. ഷിജോയുടെ സുഹൃത്തുക്കൾ CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ നൽകിയപ്പോൾ മാത്രമാണ് പോലീസ് വിട്ടയച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി 23 വൈകിട്ടുണ്ടായ സംഭവത്തിലാണ് പോലീസിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. തലപ്പലത്തെ വീട്ടിൽ നിന്ന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നായിരുന്നു വീട്ടുകാരെ അറിയിച്ചിരുന്നത്. എന്നാൽ എത്തിച്ചത് പാലാ DYSP ഓഫീസിൽ. ഇവിടെ വെച്ച് ഉദ്യോഗസ്ഥർ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഷിജോ പരാതിപ്പെടുന്നു. തന്റെ മകന്റെ മുന്നിൽ വെച്ചും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. എന്ത് പറഞ്ഞിട്ടോ ഇത് സമ്മതിക്കാൻ പറഞ്ഞിട്ടാണോ തലയിൽ? ഇത് നിനക്ക് അറിയാമെന്നും പറഞ്ഞാൽ പുള്ളി ഇടിക്കുന്നത്. പക്ഷെ എനിക്കിത് അറിയത്തില്ല സാറേ. ഞാൻ കൈയിട്ട് കുമ്പിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ആരും കേട്ടില്ല. എന്നുവെച്ചാൽ രാത്രിയിൽ മെഡിക്കലൊക്കെ കഴിഞ്ഞാൽ ഈരാറ്റോടെ പോയിട്ട് എണ്ണിക്കൊണ്ട് ഇരുത്തി. രാവിലെ മെഡിക്കലും ഒക്കെ കഴിഞ്ഞാൽ ചെന്നൈ കോടതിക്ക് ഹാജരാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ എൻ്റെ പിള്ളേർ പോയി ഈ CCTV ദൃശ്യമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. അല്ല ഞാനിപ്പം അകത്തായേനെ. തൊട്ടടുത്ത ദിവസം ഷിജോയുടെ സുഹൃത്തുക്കൾ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ തെളിവായി പോലീസിൽ ഹാജരാക്കി. ഇതോടെയാണ് ഷിജോ നിരപരാധിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇതിന് പിന്നാലെ യഥാർത്ഥ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നിരപരാധിയായ തന്നെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഷിജോ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയപ്പോൾ ആശുപത്രിയിലെത്തി ചികിത്സ തേടിയിരുന്നു. ഇതുൾപ്പെടെയുള്ള തെളിവുകൾ വെച്ചാണ് പരാതി. ന്യൂസ് 18 കോട്ടയം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.